നിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തില് മീലാദ് ആഘോഷണ ആക്കുമ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുസൽമാനായിട്ട് ഞങ്ങൾ ശരിയ നിലയ്ക്ക് ഒരു പഠനം നടത്തുക ഞങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. ഓരോ മദ്രസയിൽ പഠിക്കരെ എത്ര ലക്ഷക്കണക്കിലെ മക്കളുള്ള മീലാദ് പറയുമ്പോ 3 മിനിറ്റ് പ്രസംഗ എഴുതി കൊടുക്കുക ഒരു ഗതികേട് ഞാനത് കേൾക്കിട എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മദ്രസയിൽ 7 വർഷവും 10 വർഷവും അല്ലെങ്കിൽ മുസ്ലിമായിട്ട് 40 വർഷം 50 വർഷവും ജീവിച്ച ഞങ്ങൾക്ക് എന്തുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് പഠിക്കുക സമയം എന്തേ കിട്ടിയിട്ടില്ല, അല്ല ഞങ്ങൾ എന്തേ അതിൽ ഒരു അശ്രദ്ധയുടെ എന്നുള്ളത് ഈ സമയത്തിൽ ഞാൻ കേട്ടോണ്ടുള്ള. ഏതായാലും എന്റെ ഉത്തരവാദിത്വം ചൊമ്മ നീട്ടാണ്ട് ചൊമ്മ രാഗബലിക്കാണ്ട് ഒരു 10 മിനിറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിസയ നിങ്ങളെ തളകി പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ചൊല്ലുന്നതാണ് ഇഷ്ടപ്പെട്ട അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 1400 വർഷത്തിന് മുന്നല്ലോ ജീവിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റോക്കറ്റ് തന്ത്രജ്ഞാനം ഇല്ലാത്ത സമയത്തിൽ സ്കോപ്പുകളും ഒന്നും ഇല്ലാത്ത സയൻസ് കണ്ടുപിടിക്കാത്ത സമയത്തിൽ അല്ലാഹുവിന്റെ മുത്ത് ഹബീബ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിങ്ങൾക്ക് പഠിപ്പാട്ടി പോയ ചൊമ്മ കാര്യങ്ങള് ഒന്ന് നിങ്ങൾ ചിന്തന ആക്കണം. മുസ്ലിമായിട്ട് ജീവിക്കുമ്പോ പ്രത്യേകിച്ച് അൽഫ ജനറേഷൻകളുടെ ഈ ഒരു ജനറേഷനിൽ ജീവിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് ശരിയ നിലക്കുള്ള ഒരു പഠന മുസൽമാനായ നിങ്ങളും നടത്തണോ എന്നുള്ളത് നാണ് ചൊന്നോണ്ടുള്ള. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയൻസ് എന്തും കണ്ടുപിടിക്കാത്ത സമയത്തിൽ ഇണ്ട് ഒരു സയൻസ് കണ്ടുപിടിക്കുമ്പോ അതിക്ക് തന്ത്രജ്ഞാനങ്ങളുണ്ട്, റോക്കറ്റുകളുണ്ട്, അതിക്ക് വേണമായ ക്ഷിപ്പണി ഗ്രഹങ്ങളുണ്ട്. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുന്നോളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടുമ്പോ അണ്ട് മുഹമ്മദ് മുസ്തഫ മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യൂഹാ, നാണ് ഒന്നും സ്വന്തമായിട്ട് ചെന്നിട്ടില്ല, എല്ലാം നമുക്ക് അള്ളാഹു ചെന്ന് തന്നതുണ്ട് മാത്രം നാണ് നിങ്ങൾക്ക് ചെന്ന് തന്നോണ്ടുള്ളാണ്ട് അള്ളാഹുടെ ആ ഒരു പളക്കത്തെ ഖുർആൻ മുഖാന്തര പഠിപ്പാട്ടിയ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇണ്ട് ഞങ്ങൾ പരിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തുകൾ എടുത്തു നോക്കിക്കൊണ്ട് കണ്ടെങ്കിൽ ഏതൊരു സയന്റിസ്റ്റ് പോലും അതായത് മുട്ടുകുത്തുറങ്ങത്തെ ഒരു സംഭവമാണ് നിങ്ങൾക്ക് കണ്ടോണ്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ചൊല്ലുക അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർദ് കാനതാ റത്ഖാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ചൊല്ലുക ബിഗ് ബാങ് തിയറിയെ കുറിച്ചിട്ട് ഞങ്ങൾ കേട്ട ഈ ലോകം ഒരു മഹാ സ്ഫോട ആയ വിഷയത്തിൽ ഞങ്ങൾ ഭയങ്കര കേട്ട അതിനെ ಬಗ್ಗೆ ഞങ്ങൾ പഠിച്ചിറ. പക്ഷേ ഈ ലോകം എന്നുള്ളത് സ്ഫോട ആയിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചിന്നതായിട്ട് നബി തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ട് ആകാശങ്ങൾ ഭൂമികൾ ഒന്ന് ഒരു ബിന്ദു ആയിട്ടുണ്ട്. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആകാശയും ഭൂമിയും ഒരു ബിന്ദു ആയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അതിനെ പേരെ ആക്കിയാണ്ട് ബിഗ് ബാങ് തിയറി ഈ ലോകത്ത് ഫസ്റ്റ് പഠിപ്പാട്ടിയത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുടെ സയന്റിസ്റ്റ് ആയിരിക്കും. 1920 ഒളിയുമ്പോഴോ എഡ്വിൻ ഹബിൾ ചെല്ലുടെ ഒരു ആള് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇടീ ബ്രഹ്മാണ്ടത്തെ കുറിച്ചിട്ട് ലോകത്ത് ചെന്നു കൊടുത്ത് 1920 ഒളിയുമ്പോഴോ എഡ്വിൻ ഹബിൾ ചെല്ലുടെ ആള് അയാള് ചെല്ലുത് ഈ ഒരു ലോകം അതായത് ഈ ഒരു ലോകം വിസ്തരണ ആയോണ്ടിക്കിടെ ലോകമാണ്, ഇത് വിസ്തരണ ആയോണ്ടിക്കിടെ ലോകമാണ് എന്ന് ചൊല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുത് വസ്സമാഅ ബനൈനാഹാ ബിഐദി വ ഇന്നാ ലമൂസിഊൻ. ആകാശം എന്നുള്ളത് ഞങ്ങളാണ് നിന്റെ കയ്യാരെ നിർമ്മാണം ആക്കിയത്, മാത്രല്ല ഞങ്ങൾ അത് വിശാലമുള്ള സാമർത്ഥ്യം
ആക്കിറാണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ എഡ്വിൻ ഹബൽ ചെണ്ട ആള് 1400 വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കാലഘട്ടത്തിൽ ഞാൻ എന്ത് ഈ വിഷയം ചെല്ലേണ്ട കണ്ടെങ്കിൽ പണ്ട് പാടമേ ഞങ്ങൾ മരണത്തെ വിഷയങ്ങളും ദാമ്പത്യ ജീവിത വിഷയത്തിലും ഇല്ലാത്ത സ്റ്റോറികളും വാതിൽ പറത്തിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ അതായത് ജനറൽ എഡ്യൂക്കേഷൻക്ക് പോയോണ്ടിരിക്കുന്ന സമയമാണ്. യുസിയും ഡിഗ്രിയും ഞാൻ അത് എതിർക്കിടയല്ല, അത് അതിന്റെ കർമ്മപ്രകാരമായിട്ട് അതിലൊരു ശിഷ്ടാചാരമായിട്ട് പോകേണ്ടത് അത് സപ്പോർട്ടാണ്, ഞങ്ങൾ സപ്പോർട്ട് ആക്കുകയാണ്. പക്ഷേ ഇന്നത്തെ മനുഷ്യന്മാര് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുടെ വലിയ ഒരു വിജ്ഞാനിയുടെ, ചെല്ലുടെ വലിയ ഒരു വക്കീലുടെ, വലിയ ഒരു ഡോക്ടറെ ഇണ്ട് തള്ളിക്കളയുമ്പോ വേറെ ആളുകൾ അല്ലെങ്കിൽ വേറെ എഡ്യൂക്കേഷന്റെ ബാക്കിൽ പോകുമ്പോ എല്ലാ എഡ്യൂക്കേഷന്റെ മൂലധാതു മൂലബിന്ദു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും മറക്കുക തീറ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആസ്ട്രേലിയത്തെ മെഡിക്കൽ അതായത് ജർണൽ അയാൾ ഒരു പഠനം നടത്തി മാനവ ശരീരത്തിൽ 360 ജോയിന്റ് അതായത് ജോയിന്റ് കീലു ഞങ്ങളെ ഭാഷയിൽ ചെല്ലാണ്ട് കണ്ടെങ്കിൽ ജോയിന്റ്സ് അതായത് ഒരു അസ്ഥി പഞ്ചരത്തെ ജോഡനാക്കിടങ്ങത്തെ കീലു ചെല്ലത് 360 ഉണ്ടോ. ആസ്ട്രേലിയത്തെ മെഡിക്കൽ ജർണൽ ഈ ഒരു അടുത്ത സമയത്തിൽ ചൊല്ലുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല് ഹദ്ദസനാ ഹസൻ ഇബ്നു അലി അൽ-ഹുൽവാനി ഹദ്ദസനാ അബൂ തൗബത്ത് റബീഅ ഇബ്നു നാഫി റളിയല്ലാഹു അൻഹു ഇങ്ങനെ റിവായത്ത് ചെയ്തിട്ട് ആ ഹദീസിൽ കാണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല് ഇന്നഹു ഖുലിക കുല്ലു ഇൻസാന മിൻ ബനി ആദം അലാ 60 വ 360 കിലോയിലായിട്ട് മനുഷ്യ ശരീരത്തെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് പഠിപ്പാട്ടുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഡോക്ടർമാരല്ല നമുക്ക് ഇത് പഠിപ്പാട്ടിര്. മനുഷ്യ ശരീരത്തിൽ 360 കിലോ ഉണ്ടോ ഡോക്ടർമാരല്ല പഠിപ്പാട്ടിര്. അതിനെ വിശദീകരിച്ചിട്ട് നാണ് ക്രോഡീകരിച്ച് വന്നത് ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതിനെ ಬಗ್ಗೆ ഡോക്ടർ അഹമ്മദ് ഹാമിദ് ചെല്ലുന്ന ആള് അതിനെ ഭയങ്കര വിസ്താരണ ആക്കിയത് മനുഷ്യരുടെ ബെന്നുമൂളിലുള്ള പക്കലവ് 147 ആണെങ്കിലും ആ പക്കലുള്ളിലുള്ള കിലോ 25 ആയിട്ടിക്കട്, അവന്റെ കശേരു കണ്ടത്തിലുള്ള കിലോ 50 ആയിട്ടിക്കട്. ഇങ്ങനെ ഓരോ എണ്ണിട്ട് അവസാനം കോളർ ബോണിലുള്ള 2 കീലുകൾ ഇങ്ങനെ എണ്ണിട്ട് അവസാനം ചൊല്ലേ 360 കീൽ. അവിടെ ബസ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയാണോ ചെന്നത് അതിലെ ഒന്ന് യാറയില്ലാണ്ട് ഒന്നും കുറുടിയില്ലാണ്ട് 360 കീലോ ഉണ്ടോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടിര്. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ഗർഭധരിക്കയുടെ പെണ്ണിങ്ങ ഭ്രൂണ അവസ്ഥത്തെ കുറിച്ചിട്ടും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു 124 വയറ്റിക്കട് ഒരു കിടാവ് കണ്ണും കാലും ഇങ്ങനെ മുളക്കൊക്കെ തുടങ്ങിയിട്ട് റൂഹ് ഊതുറേണ്ട് ഇണ്ടത്തെ ആധുനിക തന്ത്രജ്ഞാന ചൊല്ലുമ്പോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മി 40 യൗമ ثم يكون علقة مثل ذلك ثم يكون مضغة مثل ذلك. ഇങ്ങനെ ആ ഒരു ഹദീസ് നീണ്ടമായ ഹദീസാണ് നാണ് ചൊല്ലുക ഇഷ്ടപ്പെടില്ല. ആ ഹദീസിൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ബുഖാരിയുടെ 3208 ഹദീസാണ്. ഒരു വ്യക്തി ഉമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോ 40 നാൾ വീര്യത്തെ ഒരു മനിയുടെ ഹനി മാത്രമാണ്. പിന്നെ 40 നാൾ കഴിഞ്ഞിട്ട് അതൊരു മാംസപിണ്ടയായിട്ട് മാറുമ്പോ പിന്നെ 40 നാൾ കഴിഞ്ഞിട്ട് അതൊരു മാംസഖണ്ഡയായിട്ട് മാറുമ്പോ പിന്നെയാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ വന്നിട്ട് അതൊക്കെ റൂഹ് ഊതുമ്പോ ഇങ്ങനെയാണ് മനുഷ്യരെ കുറിച്ചിട്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ 124 പിന്നെയാണ് കിടാവ് റൂഹ് ബണ്ടിട്ട് ഇന്നത്തെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ പഠിക്കുമ്പോ ബുഖാരിയിലെ ഹദീസിലെ മുഹമ്മദ് മുസ്തഫ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് പഠിപ്പാട്ടി പോയിട്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാണ് നിപ്പാട്ടക പോയോണ്ടുള്ള കാരണം നാണ് ഈ വിഷയയുടെ അഭിസംബോധന ആക്കുന്നത് നിർബന്ധമാണ്. മനുഷ്യരെ ഇസ്ലാമിക് അതായത് ഇസ്ലാമിക്കുള്ളോ അല്ലെങ്കിൽ ഇസ്ലാം ശരീഅത്ത് വിട്ടിട്ട് ആധുനികമായ ചൊമ്മകൾ ഡിഗ്രികൾ കോഴ്സുകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ മാത്രമായിട്ട് ഇന്നത്തെ എഡ്യൂക്കേഷന് സീമിതാകുമ്പോ ഞങ്ങളെ അവ്വലുൽ മുഅല്ലിം ആദ്യത്തെ വിജ്ഞാനി ആദ്യത്തെ മാസ്റ്റർ എല്ലാമായിട്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം the 100 ranking of the most influential person in history മൈക്കൽ എച്ച് ഹാർട്ട് ചെന്ന പോലെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ
ലോകത്തില് മുഹമ്മദ് നബിയുടെ കടപിടിക്കുന്ന ഒരു ആള് ഇണ്ടുവരെ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയും ഇല്ല. കോടാനുകോടി വർഷം എത്ര വേദങ്ങളാണ് കടന്നുപോയത്. അഥർവവേദയും അതുപോലെ തന്നെ സാമവേദയും പല 4 വേദങ്ങളും 4 ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ബൈബിളിൽ 4 മാത്യുവും അതുപോലെ തന്നെ അതുപോലെ തന്നെ മാർക്സും ലൂക്കും പല 4 ഗ്രന്ഥങ്ങളും എല്ലാ വിഷയത്തിൽ കടന്നു പോകുമ്പോ ഒരു സബ്ജക്റ്റിലും അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിയിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലത്തെ കടപിടിക്കുന്ന ആള് ഒരു ലോകത്തും വന്നിട്ടില്ല. എന്ത് യാറ് ചൊല്ലണം, ഈ ഒരു മുഞ്ഞാണ്ട് നടന്ന ഒരു സർവേയാണ്. വെച്ചിട്ട് തന്നി കുടിക്കൊണ്ടാണ് ഇന്നത്തെ ആധുനിക ശാസ്ത്രം ചൊല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് മാത്രം നാണ് ചെന്ന് നിപ്പാട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലെ ഹദ്ദസനാ ഹദ്ദാദ് ഇബ്നു ഖാലിദ് ഹദ്ദസനാ ഹമ്മാം ഹദ്ദസനാ ഖതാദ അൻ അനസ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സജറ അൻ ശുർബി ഖായിമ. നിന്നിട്ട് തന്നി കുടിക്കരുത് നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. നിന്നിട്ട് തന്നി കുടിക്കുക തീരാണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം മുസ്ലിമുടെ 2024 ഹദീസാണ്. ഈ ഒരു വറതിരെ വാചനാക്കിട്ടാമ്പോ ഇതിന്റെ ബാക്കിൽ നിന്നാണ് പഠനം നടത്തിട്ടാമ്പോ നമുക്ക് കിട്ടിയ വിഷയങ്ങൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇണ്ട് വിശ്വവിഖ്യാത ഒരു വിജ്ഞാനിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തജ്ഞയായിട്ടുള്ള നിങ്ങൾക്ക് ഗന്ധിക്കൂ സന്ധ്യാ ഗുഗ്നാനിച്ചയുടെ ആള് അയാള് ലോകത്തേക്ക് ഒരു സബ്മിറ്റാക്കിട് ഒരു റിപ്പോർട്ട് സബ്മിറ്റാക്കിട് നിന്നിട്ട് ആരായെങ്കിൽ തന്നി കുടിച്ചാണ്ട് കണ്ടെങ്കിൽ അവന്റെ അവസ്ഥ ഇവിടെ എത്ര ആളുകളാണ് ബഫെ സിസ്റ്റമുകളുടെ പേരില് അല്ലെങ്കിൽ അനാവശ്യ പേരില് മനുഷ്യന്മാർക്ക് ദഹിച്ചിട്ട് ഒരു സൗകര്യാക്കാണ്ട് നിന്നിട്ട് തന്നി കൊടുക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു മൻ ശരിബൽ മാഅ ഖായിമൻ ബിബലാഇൻ ലാ ദവാഅ ലഹു. നിന്നിട്ട് തന്നി കുടിച്ചാണ്ട് കണ്ടെങ്കിൽ അവർക്ക് മറന്നില്ലാത്ത സീക്ക് കൊടുക്കുറാണ്ട് ഷഫീഉനാ റസൂലുള്ളാഹി. ഈ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടാണ് ഇന്നത്തെ മുസ്ലിം എത്ര ആളുമാർ പഠനം നടത്തുമ്പോ അങ്ങ് നിന്നിട്ട് തന്നി കുടിച്ചാണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ തടിയിലുള്ള ദ്രവാംശത്തെ വ്യവസ്ഥ ഒരു ദ്രവാംശം അതായത് തന്നിയുടെ അവസ്ഥ അസ്തവ്യസ്ത ആവുടു. മാത്രമല്ല തടിയിൽ അസമതോലന ആവുടു. വിഷപദാർത്ഥ ഞങ്ങളെ തടിയിലുള്ള പോയിസൺകൾ യാറാവുടു. മാത്രമല്ല കിഡ്നി സംബന്ധമായ തൊന്തരകൾ ഉണ്ടാവുടു. അവന്റെ കീലുകൾ ജോയിന്റുകൾ അവന്റെ ആ ജോയിന്റുകൾ അതിൽ തന്നി നിറഞ്ഞിട്ട് അവനക്ക് ഉരിയുത്തങ്ങളും മൂത്ര സംബന്ധമായ ചില കിഡ്നി സംബന്ധമായ വലിയ അഡ്ഡപരിണാമങ്ങൾ പണ്ടുണ്ട്. ഇത് നാനല്ല ചെന്നരെ ബഹുമാനപ്പെട്ട ഗുഗ്നാനിച്ചളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് കടപിടിച്ചിട്ടാണ് അയാൾ ചളുടെ. മാത്രമല്ല ആയിഷ് ഗുപ്ത ചളുടെ ആൾ ഇത് ഇന്റർനെറ്റിന്റെ സൗലഭ്യമാണ്. എന്റെ ലൈവാണ് പ്രഭാഷണം, നിങ്ങൾക്ക് വായിക്കാം, നിങ്ങൾക്ക് പരിശോധിക്കാം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആയിഷ് ഗുപ്ത ചളുടെ ആള് നിന്നിട്ട് തന്നി കുടിച്ചാണ്ട് കണ്ടെങ്കിൽ ജീർണാവുണ്ടാണ്. എന്റെ നമുക്ക് ജീർണ സംബന്ധമായ ചില പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടിട്ട് ഒന്ന് ഞങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്ട് കണ്ടെങ്കിൽ നിന്നിട്ട് ചായവും നിന്നിട്ട് തന്നി കുടിക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അവന്റെ ശരീരത്തിന് ഭയങ്കര സീക്ക് ബായിക്കിട്. ഡോക്ടർ ഋഷഭ് ചളുടെ ആളാണ്. അയാൾ ഡോക്ടർ ഋഷഭ് ചളുടെ ആളും കൂടി ചളുടെ നിന്നിട്ട് ഒരിക്കലും തന്നി കുടിക്കുക തീരാ. ഇതില് അവന്റെ ബോണില് തന്നി നൊരിയുടെ സാധ്യത ഉണ്ടോണ്ടു. ഇങ്ങനെ ലോങ് ജംപ് ദിനേശ്വരി ചളുടെ ആളും ഈ ഒരു ഇത് ഭയങ്കര ആളമായ അധ്യയനം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദച്ചിട്ട് കുടിക്കരുത്, ദച്ചിട്ട് തിന്നരുത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിമുടെ 2024 ഹദീസിൽ ചൊല്ലുന്നു ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നിട്ട് തിന്നരുതും നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇതിന്റെ ഭാഗ്യം ഞങ്ങൾ പഠിക്കണോ. ഡോക്ടർ അബ്ദുൽ റസാഖ് ഗീലാനി ചൊല്ലുന്ന ആള് ചൊല്ലുന്നു ദച്ചിട്ട് നിന്നിട്ട് ഒരാള് തിന്നാണ്ട് കണ്ടെങ്കിൽ അവന്റെ ശരീരത്തിലുള്ള എല്ലാ അംഗങ്ങളും ശാന്തമായിട്ട് അവനക്ക് ജീർണശക്തി ആവുള്ള നല്ല ഒരു കപ്പാസിറ്റി അവന്റെ തടിക്ക് ആക്സെപ്റ്റ് ആക്കുക സാധ്യത ഉണ്ടോ. ഇങ്ങനെയുള്ള പല ആളുകൾ ഡോക്ടർ ഇബ്രാഹിം റാവിച്ചളുടെ ആളുകൾ ആണ് നിപ്പാട്ടൊക്കെ പോയിട്ടുള്ള. അതുപോലെ തന്നെ സംസം തന്നിയുടെ വിഷയത്തിലും നമുക്ക് ചൊമ്മച്ചുള്ളതിന് സമയമില്ല. ചില ആൾക്ക് ബയറുവന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബുജ്ജുതനായിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഹദീസ് ഒന്ന് വ്യവസ്ഥ ആക്കിയാണ്ട് നോക്കിയാണ്ട് കണ്ടെങ്കിൽ ആ ബുജ്ജുതനക്കാരൊക്കെ ബണ്ടിയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസിൽ ഞങ്ങൾ ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അവസാനം ഒന്ന് മാത്രം നാണ് ചെന്ന് നിപ്പാട്ടെ. നാനും നിങ്ങളെ ആക്കടെ തപ്പാണ്. എപ്പോഴും ബൽത്ത ഭാഗത്ത് ഉറങ്ങണോ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഹമ്മദ് മുസ്തഫ സ്വഹീഹ് ഹിബ്ബാൻ ഹദീസ് 5534 ഹദീസിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ബൽത്ത സൈഡിക്ക് ഉറങ്ങുക അഡ്ഡായിട്ട് ഉറങ്ങും പ്രേരേപണ ആക്കിക്കൊണ്ടിട്ട് ഇതിന്റെ ಬಗ್ಗೆ ഗഹനമായിട്ട് പഠിച്ചാണ്ട് കണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്നത്തെ വൈദ്യർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളെ പലകത്തെ കടമെടുത്തിട്ട് ചൊന്നോണ്ടുള്ളാറ് ഭയങ്കര ഇംഗ്ലീഷിലെ വലിയ ലേഖകായ ബെത്തൻ ഗിഡ്ലർ മാസ്ലൻ ചെൽഡ് ആള് ചെൽഡ് ബലത്തെ ഭാഗത്ത് ഉറങ്ങരുത് അവന്റെ ബ്രെയിനുക്ക് നല്ല ഒരു ആരോഗ്യമാണുണ്ട് അയാള് ചെൽഡ് മാത്രമല്ല ഇതിലുള്ള ചൊമ്മ ആളുകൾ നിങ്ങൾക്ക് ഗൊന്തിക്കോ ഒരു ന്യൂറോസ് അതായത് നരവിജ്ഞാനിയായിട്ടുള്ള ഡോക്ടർ താറ അയാള് ചെൽഡ് നല്ല വർക്ക് പറഞ്ഞോണ്ട് കണ്ടെങ്കിൽ ബലത്തെ ഭാഗത്തേക്ക് ഉറങ്ങണു മാനസികമായ ആരോഗ്യവും മാത്രം അതില് ഉണ്ടോണ്ടു അയാള് ചെൽഡ് ഇത് മുസ്ലിമീങ്ങളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് മനസ്സിലാക്കിയ മുസ്ലിമേതര ആളുകളാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ വിഷയങ്ങൾ ചൊന്നോണ്ടുള്ളേ നാണ് നിപ്പാട്ടൊക്കെ പോയോണ്ടുള്ളേ അതുപോലെ പല പല വിഷയങ്ങളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പാട്ടിരെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒരിക്കലും എടുത്ത ഭാഗത്തേക്ക് ഉറങ്ങുക തീറ ഡോക്ടർ മൈക്കൽ പാരിസ് ചെൽഡ് ആള് ചെൽഡ് അയാൾക്ക് ഒരു ബുക്കുണ്ട് ഇംഗ്ലീഷിൽ ഗുഡ് നൈറ്റ് ആ ബുക്കുള്ള അയാള് ചെൽഡ് ആരോഗ്യ ജാസ്തിയായിട്ട് ഹാർട്ട് അറ്റാക്ക് അവിടെ എട്ട് സൈഡിക്ക് ഉറങ്ങിട്ട് അവിടെ ചർഞ്ഞിക്കെടുக்கிறവനുണ്ടായിരിക്കട് അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്റെ ഹൃദയത്തെ സ്ഥാനം ഒരാൾ എട്ട് സൈഡിക്ക് ഉറങ്ങിയിട്ട് കണ്ടെങ്കിൽ ഹൃദയത്തിക്ക് തിന്നബൂടെ ഹാർട്ടിന്റെ പൊസിഷൻ ലെഫ്റ്റ് ആണ് അപ്പൊ ആ ലെഫ്റ്റ് തിന്നാൻ പോന്നിട്ട് ഹാർട്ട് അറ്റാക്ക് ആകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്റെ ഈ ഒരു സൽസബീൽ ഈ മിലാദ് ആഘോഷിക്കുമ്പോ ആണ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് തന്നോണ്ടുള്ളേ ഈ ഒരു കാര്യക്രമം ഉണ്ടാക്കിയേ ഇത് കേക്കുക വന്നോള്ളേ ആളുമാരട്ടിക്ക് നാണ് ചൊന്നോണ്ടുള്ളേ ഈ ഒരു അൽഫ ജനറേഷനിൽ ഞങ്ങൾക്ക് എല്ലാ ഫിത്നയും ഫസാദും കുടുംബ കലഹങ്ങളും ബേജാറുകളും കടങ്ങളും അതുപോലെ തന്നെ ബേജാറുകളും ദുഃഖങ്ങളും ക്യാൻസറുകളും മൂത്ര സംബന്ധമായ കിഡ്നി സംബന്ധമായ എല്ലാ രോഗത്തിക്ക് പരിഹാര എന്തിരണ്ട് ചെന്നെങ്കിൽ നബിത്തങ്ങളെ ഹദീസിക്ക് ഞങ്ങൾ സറണ്ടർ ആവണോ നബിത്തങ്ങളെ ആ ഒരു പലക്കത്തിക്ക് ഞങ്ങൾ സറണ്ടർ ആവണോ എത്ര എത്ര ആളുകളാണ് ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈലും ഗെയിംസും ബെറ്റിംഗ് ഞങ്ങളെ ഈ റായത്തിൽ തന്നെ പല ആളുകളെയും ഉള്ള എല്ലാം വിറ്റിട്ട് അവസാനം വൈഫുടെ ബംഗാറും അവങ്ങളെല്ലാം വിറ്റിട്ട് ബെറ്റിംഗ് ഗെയിമുകളും നിരത്തായോണ്ടുള്ളേ അല്ലെങ്കിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല അല്ലെങ്കിൽ പല പ്രായത്തിലും പല ആളുകൾ ഇങ്ങനെ ആകുമ്പോ ഇതിക്കുള്ള വലിറ്റവരെ മറന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെൽഡ് ഞങ്ങൾ ഒന്ന് ഹൃദയത്തെ ഗട്ടിയാക്കണം ജാവു നബി തങ്ങളെ ദുആർന്നോ ഇന്ന ഒരു ദുആണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലൽ ഇസ്ലാം അലാ ദീനിൽ ഇസ്ലാം ഓ ഹൃദയത്തെ ഗട്ടിയാക്കിടവണേ നന്റെ നീ ഹൃദയത്തെ ഗട്ടിയാക്കണ്ട് നബി തങ്ങൾ ദുആർക്കുമ്പോ പിന്നെ ആയിഷ വന്ന് കേക്കിട് നബിയെ നിങ്ങൾ ഹൃദയ ഗട്ടിയില്ലേ ഇല്ല ആയിഷ ഹൃദയ ചെൽഡത് ബള്ളിയിൽ തൂക്കിയ സാമാന കാത്ത് പറമ്പ് അപ്പുറം പോണ്ടു കാത്ത് പറമ്പ് ഇപ്പുറം പോണ്ടു ഇതൊരു ന്യൂറോസ് ആയിട്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫിലോസഫി ആയിട്ടിക്കിട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഹദീസ് വിഷയത്തിൽ നിങ്ങൾ പഠനം നടത്തണം ഖുർആനിക്ക് സറണ്ടർ ആവണം ഖുർആനിക്ക് നിങ്ങൾ ആഴമായിട്ട് പഠിക്കണം അതുക്കുള്ള സൗകര്യം ഈ നാട്ടിലുള്ള ഇതുപോലെയുള്ള സംഘടനകൾ ഇതുപോലെയുള്ള ഭാരക്കാർ ഉണ്ടാക്കട്ടെ ഞാൻ എല്ലാ നിലക്കുള്ള ആശംസകൾ ചെന്നിട്ട് ഞാൻ നിപ്പാട്ടൊക്കെ പോയിട്ടുള്ള